നെവിൻ വന്നപ്പോൾ തന്നെ മസ്താനീനെ കയ്യിലെടുത്തിരിക്കുകയാണ് കേട്ടോ. മസ്താനി നെവിനും കൂടെ നമ്മൾ ലിവിങ് ഏരിയയിലെ സോഫയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. നെവിൻ അവിടെ വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ചില ആക്ഷൻസ് ഒക്കെ കാണിച്ച് മാനറിസംസ് ഒക്കെ കാണിച്ച് ആരാന്ന് മസ്താനിയോട് ഗസ് ചെയ്യാൻ പറയുകയാണ്. ആദ്യം തന്നെ ഷാനവാസിനെ കാണിക്കുന്നു. അലോ 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 എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഷാനവാസിൻ്റെ, അതൊക്കെ പ്രത്യേകം എടുത്ത് കാണിച്ച് മസ്താനിയോട് ഗസ് ചെയ്യാൻ പറയുന്നു. കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ മസ്താനി ഗസ് ചെയ്യുന്നുമുണ്ട്. അത് കഴിഞ്ഞ് രേണുസുധീനെയൊക്കെ കാണിക്കുന്നു. രേണുസുധീനെ കാണിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ സുധിച്ചേട്ടൻ ഇഷ്ടമുള്ള ഒരു വോട്ട് ചെയ്യണം എന്നൊക്കെ മസ്താനി തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. തൊട്ടടുത്ത് പ്രവീൺ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രവീൺ അപ്പം ഏത്തയിട്ട് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് രേണുസുധി കുറച്ചവരോട് മാപ്പ് പറഞ്ഞല്ലോ മറ്റേ വോട്ട് ചോദിച്ചതിൻ്റെ, അതൊക്കെ അവർ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്തായാലും മസ്താനി നെവിന് തമ്മിൽ ഭയങ്കര ഒരു സിങ്ക് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അവർ കീരിയും പാമ്പും പോലെ ആകുന്നതെന്ന് പറയാൻ പറ്റില്ല. നെവിൻ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും അടുത്ത് പോയിട്ടൊന്ന് കമ്പനിയാകാൻ നോക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ അടുത്ത് പോയി, മസ്താനിയുടെ അടുത്ത് പോയി, പ്രവീണിൻ്റെ അടുത്ത് പോയി, ജിഷിൻ്റെ അടുത്ത് പോയി, സാബുമാൻ്റെ അടുത്ത് പോയി. പക്ഷേ ജിഷിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് ഒരു കൊട്ട് കിട്ടിയത്. വന്ന 5 പേരുമായിട്ടും തരക്കേടില്ലാത്തൊരു ബന്ധം ആദ്യം തന്നെ നെവിൻ നേടിയെടുക്കുന്നുണ്ട്. എന്തായാലും ഇനി അവരുടെ കളികൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടറിയാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വന്ന ലേഡി വൈൽഡ് കാർഡുകളിൽ ആരാണ് ഇഷ്ടപ്പെട്ടത്? മസ്താനീനെയാണോ അതോ ലക്ഷ്മീനെയാണോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ.